ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച നമുക്കറിയാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നായിരിക്കും. നമ്മളിപ്പോൾ ഈ അവിടെ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെയിലേക്ക് പോയപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് എത്രത്തോളം സമര കലുഷിതമാകുമെന്നുള്ളത്. സമരത്തിനേക്കാൾ ഉപരി ഇതൊരു പ്രതിഷേധം രേഖപ്പെടുത്തൽ കൂടിയാണ്. കാരണം ആശാസമരം ഇങ്ങനെ 60 നാളുകൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകരെല്ലാം അവിടെ എത്തിച്ചേരുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസാഗരം ഇന്ന് നടക്കും. കേരളം ആശമാർക്കൊപ്പം എന്ന പേരിലാണ് ഈ പൗരസാഗരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം കേരളം ആശമാർക്കൊപ്പമാണ്. പലയിടങ്ങളിൽ നിന്ന് അവർക്കുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ 10,000-ഓളം ആളുകൾ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60 ദിനരാത്രങ്ങൾ രാപ്പകൽ സമരമാണല്ലോ അവർ നടത്തുന്നത്. മാത്രമല്ല നിരാഹാര സമരത്തിലേക്കും അവർ കടന്നിരുന്നു. വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ എത്തിച്ചേരും ഈ പൗരസാഗരത്തിൽ എന്നാണ് അറിയുന്നത്. 11 മണിയോടുകൂടിയാണ് ഈ പൗരസാഗരം അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആസൂത്രണങ്ങളൊക്കെ ഒരു പക്ഷേ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാകും. അവിടേക്ക് കൂടുതൽ ഈ പൗരസാഗരത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് പ്രശാന്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഈ ആശാ സമരം നടക്കുന്ന ഇടത്ത് നിന്ന് പ്രശാന്ത്, രാവിലെ എന്നല്ല ഈ 60 ദിവസങ്ങളിലും അവർ നമ്മളോട് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. വളരെ സ്ട്രോങ് ആയി തന്നെ അവരുടെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കണം, അത് മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷെ അവരുടെ ജീവിക്കണമെന്ന അവർ പറയുന്ന ഒരു ആവശ്യത്തിൽ പോലും ചർച്ച നടക്കാത്ത സാഹചര്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അവർ സൂചിപ്പിക്കുന്നത് പോലെ അപമാനിക്കുന്ന സാഹചര്യവും ഏറെയുണ്ട്. ഇതിനെതിരെയൊക്കെ പ്രതിഷേധം പലയിടങ്ങളിൽ നിന്ന് ഉയർന്നതാണ്. ഇന്ന് ഈ പൗരസാഗരം അവിടെ നടക്കുമ്പോൾ എങ്ങനെയാണ് ആ പരിപാടി? അതിൽ ഈ ആശാപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാഗരം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ പ്രതിഷേധം ഈ പൗരസാഗരത്തിലെത്തുന്ന പ്രമുഖർ എങ്ങനെയാണ് രേഖപ്പെടുത്തുക? മറ്റു വിവരങ്ങൾ എന്താണ്? വീണ, ഇതുവരെ അതായത് ഈ 62 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് സംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ പൗരസാഗരം സംഘടിപ്പിക്കുന്നത്. അതും സാംസ്കാരിക മേഖലയിലുള്ളവർ, എഴുത്തുകാരടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകർ അവരുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ എന്ന നിലയിലാണ് പൗരസാഗരം തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമരപ്പന്തലിന് മുന്നിൽ സംഘടിപ്പിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ ഈ പൗരസാഗരത്തിൽ അണിചേരുമെന്നാണ് ഇപ്പോൾ സമിതിയും പറയുന്നത്. നമ്മൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ആശാപ്രവർത്തകർ സമരവേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പല ജില്ലകളിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി ആശാ പ്രവർത്തകർ ഈ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം സത്യാഗ്രഹം ഇരിക്കുന്ന 3 പേർ ഇവിടെ ആ സത്യാഗ്രഹം ഇരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സമരം ശക്തമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ പൗരസാഗരത്തിൽ അണിചേരാനായി നിരവധി ആശമാരും ഈ സമരപ്പന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. ചേച്ചി, സത്യാഗ്രഹം ഇരിക്കുകയാണ്. എത്ര ദിവസമായി സത്യാഗ്രഹം ഇരിക്കുന്നു? ഇന്ന് 4ാമത്തെ ദിവസമാണ്. ക്ഷീണം നമ്മളുടെ ആവശ്യമാണ്. ക്ഷീണത്തിനേലും നമ്മളുടെ ആഗ്രഹം. എത്ര ക്ഷീണം ഉണ്ടായാലും നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പം ഇന്നലെ മഴയത്ത് ഞങ്ങൾ എണീറ്റിരിക്കായിരുന്നു നനഞ്ഞിട്ട്. ഈ നിരാഹാരം എടുക്കുമ്പോൾ ഇതേപോലെ വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ എണീറ്റിരിക്കുക എന്ന് പറഞ്ഞുള്ള അതുപോലും കാണാനായിട്ട് അവർക്ക് കണ്ണില്ലല്ലോ. ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ നിരാഹാരം ഇരിക്കുന്നവരുടെ ഒരു പരിദേവനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ നിരവധി ചേച്ചിമാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പൗരസാഗരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. ചേച്ചി എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? ഞാൻ കാലടി. എപ്പോഴും രാവിലെ എത്തി? രാവിലെ തന്നെ എത്തി. 8 മണിയാകുമ്പോൾ എത്തി. നേരത്തെ ഈ സമരത്തിൽ വന്നിട്ടുണ്ടാകും? പിന്നെ ഞങ്ങളുടെ സമരമല്ല, ഞങ്ങളല്ലാണ്ട് പിന്നെ ആരാ വന്നേ? ഞങ്ങൾ വന്നത് വിജയിപ്പിക്കാനാണ് ഞങ്ങൾ വന്നേക്കണത്. തോൽപ്പിക്കാൻ പലരുണ്ടെങ്കിലും വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ തന്നെ വിചാരിക്കണമല്ലോ. അതുതന്നെയാണ് നേരത്തെ കഴിഞ്ഞ ഈ 60 ദിവസങ്ങളിൽ പലതവണയായി സമര സ്ഥലത്തെത്തിയവരെല്ലാവരും വീണ്ടും ഈ സമരവേദിയിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണ്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? കാലടി. എല്ലാവരും കാലടി അല്ല, മാറിയുണ്ട്. കാലടിന്ന് 13-14 പേരുള്ളൂ. ഈ സമരത്തോടൊപ്പം നിൽക്കുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, എന്തായാലും ഞങ്ങൾക്ക് വിജയം കണ്ടേ തീരൂ. സമരത്തിൽ ആൾക്കൂട്ടങ്ങളില്ല, അല്ലെങ്കിൽ ആളുകളില്ല എന്നടക്കമുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനെല്ലാം ഉള്ളൊരു മറുപടി കൂടിയാണോ ഇങ്ങനെ എല്ലാവരും എത്തി സർക്കാരിന് മുന്നിൽ തങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കുക കൂടിയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അതെ.
അങ്ങനെ നിരവധി ആശാപ്രവർത്തകർ പല സ്ഥലങ്ങളിൽ നിന്ന്, കാലടിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആശാപ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ചേച്ചി എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? തൃശ്ശൂർ ജില്ല. രാവിലെ എത്തി. എങ്ങനെയാണ് ഈ സമരം തുടരുന്നു? 62 ദിവസമായി തുടരുന്നു. ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു സമീപനങ്ങളോ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലൊന്നും നടക്കുന്നില്ല, ചർച്ചകൾ മാത്രം നടന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അവർ കണ്ണ് തുറക്കുന്നെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിജയം വരെ നിൽക്കും. അങ്ങനെയാണ്, സർക്കാർ കണ്ണു തുറക്കുമെന്നൊരു പ്രതീക്ഷയാണ്. ചേച്ചി, നമ്മൾ രാവിലോട് സംസാരിച്ചതാണ്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തുനിന്നും. പറഞ്ഞില്ലേ, അറബിക്കടൽ ഇളകി വരുന്ന പോലെ നമ്മുടെ ആശമാർ ഇപ്പം എത്തും. മഴ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. എന്തായാലും ഒരുപാട് ആശമാർ അവരെ കുടുംബസമേതം എത്തും. അത് തന്നെയാണ്, മഴയും വെയിലും ഒന്നും ഒരു പ്രശ്നമേ അല്ല. കഴിഞ്ഞ 60 ദിനരാത്രങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു ഇവിടെ കഴിച്ചു കൂട്ടിയത്. ഈ ശക്തമായ മഴയുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ 62 ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്തൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങളാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. ഇത്രയും ഈ പ്രതികൂലമായ കാലാവസ്ഥയിലുണ്ടാകുന്ന കാലാവസ്ഥ മൂലമുണ്ടാകുന്ന വേദനകളോ അല്ലെങ്കിൽ പട്ടിണി സമരം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നും അവർക്കൊരു ബുദ്ധിമുട്ടേ അല്ല. എന്നാൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം, ഈ സമരക്കാരോട് സ്വീകരിക്കുന്ന സമീപനം, ആ സമീപനമാണ് ഈ ആശാപ്രവർത്തകരെ ഏറ്റവും വേദനയുളവാക്കുന്നത്. കാരണം ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും അവരുടെ വിഷയത്തെ പൂർണ്ണമായി ഒന്ന് പരിഗണിക്കുവാൻ പോലും സർക്കാർ കാണുന്നില്ലെന്ന് മാത്രമല്ല, CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അവഗണനകൾ, CPM നേതാക്കൾ നടത്തുന്ന അവഗണനകൾ, ഇതൊക്കെയാണ് ഏറ്റവും വേദനയായി ഇവർക്ക് തോന്നുന്നത്. എന്തായാലും പൗരസാഗരം 11 മണിക്ക് സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ അരങ്ങേറും. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവർ, എഴുത്തുകാർ അടങ്ങുന്ന സാംസ്കാരിക മേഖലയിലുള്ള വിവിധ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കാളികളാകും. 10,000-ങ്ങൾ ഇതിൽ അണിചേരുമെന്നാണ് ഈ ആശാപ്രവർത്തകർ പറയുന്നത്. ആശാപ്രവർത്തകരുടെ കുടുംബങ്ങളോടൊപ്പമാണ് ഇതിൽ പങ്കെടുക്കാൻ വരുന്നത്. മാത്രമല്ല മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ളവരുണ്ടാവും. അതോടൊപ്പം തന്നെ ഇതുവരെ ഇത്രയും ദിവസം ഈ സമരവുമായി ബന്ധപ്പെട്ട് നിന്നവർ, സമരവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയവരടക്കമുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുകയും ചെയ്യും. ഏതായാലും 11 മണിയോട് കൂടിയാണ് ആശാസമരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന പൗരസാഗരം എന്ന പരിപാടി. ഇവിടെ കേരളം ആശമാർക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി, അല്ലെങ്കിൽ കേരളം ആശമാർക്കൊപ്പം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമരം ഉണ്ടാകുക. പൗരസാഗരം നടക്കുക. 11 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10,000-ങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള പൗരസാഗരമാണ് ഇന്ന് 62-ാം ദിവസം ആശമാരുടെ രാപ്പകൽ സമരം പിന്നിടുമ്പോൾ ഉണ്ടാകുന്നത്. പൗരസാഗരം പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കേരള ആശമാർക്കൊപ്പം എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ പൗരസാഗരം നടക്കുക. സാംസ്കാരിക പ്രവർത്തകർ ആണിത് നടത്തുന്നത്. ഇതിൽ ചലച്ചിത്ര പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ, വിവിധ സാംസ്കാരിക സംഘടനകളിലെ നേതാക്കൾ, എഴുത്തുകാർ ഒക്കെയും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇവരൊക്കെയും പല ഘട്ടങ്ങളിലായി നമുക്കറിയാം സമരം ചെയ്യുന്ന ആശാന്മാരുടെ പന്തലിലെത്തി അവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു, പിന്തുണ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു തീരുമാനവുമാകാതെ 60 നാൾ, 2 മാസം പിന്നിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കനത്ത മഴയെ കൂടി അവഗണിച്ചുകൊണ്ടാണ് അവർ ഈ രാപ്പകൽ സമരം തുടരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഐക്യദാർഢ്യം നേരിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നത് കണക്കാക്കി തന്നെയാണ് ഈ ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകർ പൗരസാഗരം സംഘടിപ്പിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പൗരസാഗരം നടക്കും. ആശാസമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്.